കിളിമകൾ മൊഴിയ കനവുകൾ വരയ കാഴ്ചകൾ തേടിടാം. കിളിമകൾ മൊഴിയ കനവുകൾ വരയ കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. കിളിമകൾ മൊഴിയ കനവുകൾ വരയ കിളിമകൾ മൊഴിയ കനവുകൾ വരയ കിളിമകൾ മൊഴിയ കനവുകൾ വരയ കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. മഴ പാടും പാട്ടും ശോകസാന്ദ്രമോ കടലണഞ്ഞിടാൻ കണ്ണീർ പുഴ കൊതിക്കയോ. കിളിമകൾ മൊഴിയ കനവുകൾ വരയ കാഴ്ചകൾ തേടിടാം. തിരകൾ നുരയാ ചിറകുകൾ വിടരാ കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. നിശനീളുമിക്കാലം നിഴൽ പിരിയുമോ. നിശനീളുമിക്കാലം നിഴൽ പിരിയുമോ. നീലനില കതിരുകൾ വിരിയ കവിതകൾ ഉണര കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. ഇതര കാഴ്ചകൾ തേടിടാം. മഴ പാടും പാട്ടും ശോകസാന്ദ്രമോ കടലണഞ്ഞിടാം കണ്ണീർ പുഴ കൊതിക്കയോ. മഴ പാടും പാട്ടും ശോകസാന്ദ്രമോ കടലണഞ്ഞിടാൻ കണ്ണീർ പുഴ കൊതിക്കയോ. പുഴ കൊതിക്കയോ. പുഴ കൊതിക്കയോ. മഴ പാടും പാട്ടും മഴ പാടിടും പാട്ടും മഴ പാടും പാട്ടും മഴ പാടിടും പാട്ടും ശോകസാന്ദ്രമോ ശോകസാന്ദ്രമോ. ഹലോ, ഞാൻ സന്ദീപ്. സണ്ണി ജോസഫ്. ഡോക്ടർ എനിക്കറിയാം. ഞാൻ താങ്കളുടെ ഹോസ്പിറ്റലിൽ പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാസിയാണ്? അതെ. മിസ്സിസ് റീന സണ്ണി ജോസഫ്? അതെൻ്റെ ഒരു വൈഫാണ്. എൻ്റെ വൈഫിൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്തത് മിസ്സിസ് ആണ്. ബോസ് എവിടെ? രാവിലെ ആ ബഹളത്തിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. ബോസ് ഭക്ഷണത്തിന് മുമ്പ് വയറ് കാലിയാക്കാൻ പോയതാ. സന്ദീപ് ഒറ്റയ്ക്കാണോ? ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണമെന്ന അഭിപ്രായക്കാരിയാണ് എൻ്റെ മിസ്സിസ്. അപ്പൊ താങ്കൾ ഞങ്ങളുടെ പക്ഷക്കാരനാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്, കേരള ഫുഡ്. ജസ്റ്റ് 5 minutes. ഒരാൾ കൂടി വരാനുണ്ട്. ഓക്കെ സർ, വിളിച്ചാൽ മതി. എല്ലാം കോമൺ ആണ്. എന്ത് കഴിക്കാൻ? ഇവിടുത്തെ ഫുഡിന് പ്രത്യേകതയുണ്ട്. നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. എങ്കിൽ സന്ദീപ് തന്നെ ഓർഡർ ചെയ്തു. ഷവർമ ഒഴിച്ച് എന്തും. വയറ് കാലിയായി. ഷവർമ ഉൾപ്പെടെ എന്തും കഴിക്കാൻ ഞാൻ റെഡിയാ. ഓർഡർ ചെയ്തോ? അത് ഞാൻ പുതിയ സുഹൃത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതാകും നല്ലത്. രുചി തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. കോഴി വറുത്തരച്ചതും ഇവിടെ ആദ്യമാണ്. പിന്നെ ചപ്പാത്തിയും എല്ലാവർക്കും കൊടുക്കുക. നോക്കാം. ഒരു കരിമീൻ ഫ്രൈ കൂടി.
നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തേക്കണേ. ഈ യാത്രകളിലൊക്കെ രുചിക്കൊപ്പം ഒരുപാട് അനുഭവങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടേതുപോലെ. സന്ദീപ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരേ ഭക്ഷണം പല ഷെഫുമാർ ഉണ്ടാക്കുമ്പോൾ പല രുചിയാണ്. യെസ്, കൈപ്പുണ്യം. ഇവിടുത്തെ ഷെഫിന് അത് വേണ്ടുവോളം ഉണ്ട്. താങ്ക് ഗോഡ്. അപ്പോൾ വഴി തെറ്റിയില്ല. ഉം. ടോയ്ലറ്റിൽ ഉറങ്ങേണ്ട അവസ്ഥകളും ഈ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ. ഇത് നാടൻ കോഴി തന്നെ, നാടൻ കറി. ടേസ്റ്റിയാണ്, പക്ഷേ നാടൻ കോഴിയാണെന്ന് ഉറപ്പിക്കണ്ട. ഇത് നാടൻ തന്നെയാ. ഞാൻ ഇയാളുമായിട്ട് യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയാണെന്നറിയാമോ? പക്ഷേ ചിലപ്പോൾ ഇയാൾ ആറ് ബോറിന. സന്ദീപ് പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ടോ? ഒരു നാഗാലാൻഡ് ടൂറിലായിരുന്നു, ഇയാളും ഉണ്ടായിരുന്നു എന്നോടൊപ്പം. ചെറിയ പുളിരസമുണ്ട്, ബട്ട് ടേസ്റ്റി. ആസ്വദിച്ച് കഴിച്ചു. ഒടുവിൽ പട്ടിയിറച്ചി ആണെന്ന് അറിഞ്ഞപ്പോൾ കഴിച്ചതും അതിൽ കൂടുതൽ ഒമിറ്റ് ചെയ്തു. അത് ഓർമ്മിപ്പിക്കല്ലേ. ഓരോ ടേസ്റ്റും പ്രാദേശിക അടിസ്ഥാനത്തിൽ ആസ്വദിക്കാൻ കഴിയണം. അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഭക്ഷണത്തിൽ പാറ്റയോ പ്രാണിയോ കണ്ടാൽ പിന്നെ ആകെ പ്രശ്നമാണ്. പക്ഷേ ചൈനയിലെ ബസാറുകളിൽ ഇവിടെ കടലയും കപ്പലണ്ടിയും വറുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇതിനെയൊക്കെ നല്ല മസാല ചേർത്ത് വറുത്ത് നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടാ കൊതി തോന്നും. എന്താടോ? ഒന്നുമില്ല, നിങ്ങൾ കഴിക്കേ. എല്ല് പോലും സോഫ്റ്റ് ആണ്. അല്ല, അയാൾക്കെന്ത് പറ്റി? എന്ത് പറ്റാൻ, പട്ടിയിറച്ചിയും പാറ്റയും പ്രാണിയും കഴിച്ചൊക്കെ പുറത്തേക്ക് വരുന്നു. ഛേ, കഷ്ടം. എന്ത് പറ്റി സാർ, അവർ കഴിക്കാതെ പോയത്? ഫുഡിന് എന്തെങ്കിലും പ്രോബ്ലം? നോനോ, ഫുഡ് ഒന്നാന്തരം. ഇതെല്ലാം ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം മാത്രമാണ്. ഞാൻ പട്ടിയിറച്ചിയുടെ രുചിയെക്കുറിച്ച് അവരോട് പറയുകയായിരുന്നു. സാർ, പട്ടിയിറച്ചി? ബോസ് ഇങ്ങനെയാ, ചില സമയത്ത് നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. എങ്കിലും ഒരിക്കലും പിണങ്ങി പിരിയാൻ അനുവദിക്കാത്ത പ്രകൃതം. ഞാൻ പക്ഷെ എഴുന്നേക്കാൻ ഒരു കാരണം കൂടി കാത്തിരിക്കുകയായിരുന്നു. മടുത്തു ഇത്തരം ഭക്ഷണം. ഇതേ അഭിപ്രായമാണ് ബോസിനും. പക്ഷെ എന്തും കഴിക്കും. ഒരു കാര്യം ഒഴിച്ച് മറ്റെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. അതെന്താ? കണ്ടില്ലേ ഇന്നാ സുന്ദരി. ഓ ദേ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെ? നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ടേസ്റ്റ്. യാത്ര ഒരല്പം നീണ്ടതാണ് എന്ന് പറയുന്നു. റെഡിയാണോ? വൈ നോട്ട്, പോയേക്കാം. അതേതാ ഇതുവരെ പറയാത്ത ആ രുചി? ഉണ്ടടോ, ഒരു തിരിച്ചുപോക്കാണ്. നക്ഷത്ര ഹോട്ടലുകൾ വിട്ട് തെരുവോരത്തെ ആ പഴയ കുടിലിലേക്ക്. ഇത് കഥയോ കവിതയോ? എടോ, ഞാൻ ആലങ്കാരികമായി പറഞ്ഞതൊന്നുമല്ല. ഒരു മനുഷ്യായുസിനെ സഫലമാക്കി തീർക്കുന്നത്. പക്ഷേ അത് മണ്ണിലിരുന്നേ കഴിക്കാൻ പറ്റും. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഏത് ഗുഹയിലേക്ക് പോകാൻ റെഡി. താനോ? എവിടെയാ സ്ഥലം? ഒരു 10 വയസ്സിലെ ഓർമ്മയാണത്. നമുക്ക് കണ്ടുപിടിക്കാം. ദൂരം പ്രശ്നമല്ലല്ലോ. നോ പ്രോബ്ലം. പക്ഷെ അവിടെ എത്തണം. അതെനിക്ക് വിട്. ഇതാ സന്ദീപ്, പോ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു നെടുവരിയും ചരക്ക് മുറിക്കകത്തേക്ക് വന്നപ്പോ ബോസ് ചാടി ഇറങ്ങിയത് എന്തിനാണെന്ന്. പേടി. വർഷങ്ങളായിട്ട് ഞാനിത് കൂടെ നിന്ന് കാണുകയല്ലേ സന്ദീപ്. തനിക്കറിയോ, തണുപ്പും ലഹരിയും നിറയുന്ന ലാസ് വേഗസിലെ കാസിനോവിൽ അഞ്ജലിന ജോളി ബർത്ത്ഡേ സ്യൂട്ടിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടാലും ബോസ് ഇറങ്ങി ഓടും. അതൊരു പ്രപഞ്ച സത്യമാണ്. അഞ്ജലിന ജോളി ബർത്ത്ഡേ സൂട്ടിൽ? ഓ എന്റെ ബോസ്. പക്ഷേ ബോസിന് എപ്പോഴും ആ ഫിലിപ്പീനി സുന്ദരിയെ ഓർമ്മ വരും. പിന്നെ എല്ലാം കഴിഞ്ഞു.
ഒരു നിമിഷം കളയാതെ ബോസ് അവിടുന്ന് രക്ഷപ്പെടും. വൈ ബോസിനെ പോലുള്ള ഒരാളെ റേപ്പ് ചെയ്യാൻ മാത്രം കരുത്തുള്ള ഉരുപ്പടികൾ ഫിലിപ്പീൻസിലുണ്ടോ? ഓ, അങ്ങനെ സംഭവിച്ചെങ്കിൽ അതൊരു മഹാഭാഗ്യമായനെ അല്ലേ ബോസ്? പക്ഷേ റേപ്പല്ല നടന്നത്. പിന്നെ അതൊരു കഥയാണ് അല്ലേ ബോസ്? ആ കഥ ബോസ് പറയുന്നോ അതോ ഓ, അതത്ര രസമായിട്ടുള്ള കഥയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സന്ദീപിന് നമ്മളെ കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടണ്ടേ? ഞാൻ പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ? തനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെങ്കിൽ താൻ പറഞ്ഞോ. കഴിയുമ്പോ തന്റെ കഥ കൂടി ഇതേ ആവേശത്തോടെ പറയണം. ആദ്യം ആ ഫിലിപ്പീനി പെണ്ണും ബോസും തമ്മിലുള്ള ഇടപാട് പറ, പിന്നെ നമുക്ക് സമയം പോലെ ബാക്കി കേൾക്കാം. 18-ാം വയസ്സിൽ ബോസ് ദുബായ് എന്ന മഹാനഗരത്തിൽ എത്തിച്ചേരുന്നു. സന്ദീപ്, 13 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ നിന്റെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ താമസം അമ്മാവന്റെ കൂടെയായിരുന്നു. അപ്പനൊപ്പം നാട് മുഴുവൻ ചുറ്റി ഭക്ഷണത്തിൽ രുചിയറിഞ്ഞ് ഞാൻ തോട്ടപ്പണിക്കാരനാകുകയും പട്ടിണിക്കുറങ്ങുകയും ചെയ്ത കാലത്താണ് ആ സംഭവം. ബെൽറ്റിന് ഒരുപാട് അടിയും കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത അമ്മാവൻ തന്നെയാണ് എന്നെ ദുബായിലേക്ക് അയച്ചത്. അപ്പോഴായിരിക്കും ആ അമ്മാവന് നല്ല ബുദ്ധി തോന്നിയത്. ഏയ്, അത് സസ്പെൻസ് ആണ്. ഈ ദുബായിൽ വെച്ചാണ് ഫിലിപ്പീനിൽ നിന്നുള്ള ഒരു ആറ്റം ചരക്ക് ബോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവളുടെ പ്രായം എനിക്കൂടി വരാമല്ലോ. വേർ ആർ യു ഹെഡിങ്? Don't worry, I'll get off along the way. നല്ല തണുപ്പും ഉണ്ട്. പിന്നെ പിന്നെ ഞങ്ങളും. പേടിയില്ലെങ്കിൽ കേറ്. കാലം അത്ര നല്ലതല്ല. I don't mind being raped. That settles the argument. Doesn't it? Cigarette? നോ താങ്ക്സ്. Okay. സന്ദീപ്, എന്താ ബോസ്? നീ പുറകിലിരിക്കും. A smoking woman. And 3 silent men. Is that a joke? No, a fact. Certain aspects of a woman unsettle me. See, what I mean, നിങ്ങൾ 3 പേരും അസ്വസ്ഥരാണ്. അത് വെറുതെ തോന്നുന്നതാണ്. No, അതാണ് സത്യം. You were making such a racket when you came along. Enter Meera and you guys fall silent. നരഭോജിയായ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പറ്റി ബോസ്? എന്ത് പറ്റിയതാ? എന്തോ വട്ടം ചാടി. ഞാൻ നരമാംസം കഴിച്ചിട്ടില്ല. But I have killed. Not once, but several times. Knifed in the bud, as some would say. You mean abortion? Yeah. ഇവിടുന്ന് കഴിക്കാനാണോ? ഇവിടുന്ന് വാങ്ങാം. കഴിക്കാൻ മറ്റൊരു സ്ഥലം നോക്കാം. ഞാൻ ഇറങ്ങാം. അവരുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കട്ടെ. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സോറി, പേരെന്താന്നാ പറഞ്ഞേ? Meera. മീരയ്ക്ക് എന്താ പറയേണ്ടത്? No, no. Thanks. എല്ലാവർക്കും ഉള്ളത് വാങ്ങിക്ക് ബോസ്. ഓക്കെ.
മീര ബോസിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. Me? Why? നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. About the cannibal woman? എനിക്കിവിടെ കേൾക്കാവുന്നതാണെങ്കിൽ അതിനെന്താ? ആ, ബോസ് ദുബായിലെത്തിയെടുത്താണ് നിർത്തിയത്. അവിടെ അറബിയുടെ വീട്ടില് ബോസിന് കിട്ടിയത് വമ്പിച്ച സ്വീകരണമായിരുന്നു. അനാഥനായി പോയ അനന്തരവനെ വർഷങ്ങളോളം അടിമയെ പോലെ പണിയെടുപ്പിച്ചേനെ അമ്മാവൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന തെറ്റിദ്ധാരണയായിരുന്നു പാവത്തിന്. കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, മൃഷ്ടാന്ന ഭോജനവും. ഇങ്ങനെ ആർഭാടമായ ജീവിതം നീങ്ങുന്നതിനിടയിലാണ് തൊട്ടടുത്ത വില്ലയിലെ ഫിലിപ്പീനി സുന്ദരിയെ ബോസ് കണ്ടുമുട്ടുന്നത്. ഭാഷയൊന്നും അറിയില്ലായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് രണ്ടുപേരും ഗുലാനായി. ഇതിനൊന്നും ഭാഷയുടെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് എന്താവാൻ, ദി യൂഷ്വൽ. അയാൾ അവളുടെ റൂമിലെത്തി. അവളുടെ മുറിയിലോ? ദൈവമേ! പിന്നെ അവൾ നഗ്നയായി ബോസിന് മുമ്പിൽ നിന്നു, ഹൗവയെ പോലെ. എന്റെ ബോസ്! എത്രയും വേഗം ഈ ഏരിയ ഇട്ട് പോകാനാ ആ കടക്കാരന്റെ നിർദ്ദേശം. എന്തു പറ്റി? കഴിഞ്ഞ 10-40 ദിവസത്തിനിടയിൽ ഇവിടെ 6 ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടെന്ന്. അവസാനത്തേത് മിനിഞ്ഞാന്നായിരുന്നു. മർഡറെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ? ആരുടെയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മോഷണത്തിന് വേണ്ടിയല്ല എന്ന് മാത്രം അറിയാം. and all of the dead were men, right? ബോസ് തിരഞ്ഞെടുത്ത സ്ഥലം ഗംഭീരം. യെസ് യെസ്. മീര കൂടെ ഉള്ളപ്പോ ഇത് പുറത്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സഹിക്കാൻ കഴിയാത്തൊരു ദുർഗന്ധം. ഇതതിനെ ഇല്ലാതാക്കുന്നില്ല. But ഹേയ്, ഹേയ്, ഞങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ മീര. അതാണ് നിങ്ങളുടെ പ്രശ്നവും. എല്ലാ പുരുഷന്മാരുടെയും. എവളെന്ന് രുചിയറിഞ്ഞ് കഴിക്കാൻ സമ്മതിക്ക് തോന്നുന്നില്ല. നാശം. മീരയുടെ ശരീരത്തിന്റെ ആ സുഗന്ധമേ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. യെസ് യെസ്, എ മാജിക് സ്മെൽ. Really? Then you have had your erections already. What a pity. ബോസ് കഴിക്കുന്നില്ലേ? അതെ, ഉറങ്ങിപ്പോയ കുഴപ്പവും. മീര എവിടേക്കാണെന്ന് പറഞ്ഞില്ല.
താല്പര്യമുണ്ടെങ്കിൽ മീരയ്ക്കും കൂടാ ഞങ്ങളോടൊപ്പം. ആയുസില്ലാത്ത യാത്രയ്ക്കല്ലേ? പോവാം. എന്തിനു വെയിറ്റ് ചെയ്തതിന്? ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? ജീസസ്, ദുസൂചനാണല്ലോ ഭഗവാനെ, കാത്തിരക്ഷിക്കണേ. കാത്തിരക്ഷിക്കണേ. ശരിയാണ് ബോസ്, അതാണ് നല്ലത്. അതെ, അത് തന്നെയാവും നല്ലത്. Oh God, this guy is trying to keep you together with glue. അവരവിടെ? ഉറങ്ങാൻ പോയി ആ പുഴയോരത്ത്. നിങ്ങൾ ഉറങ്ങുന്നില്ലേ? You think with me around it would be better not to sleep? If we are staying awake, then why can't we talk? I would like to know what happened to that Filipino girl. Come on, get me a beer. Actually, I shouldn't be pitying you. നമ്മളെല്ലാം ഒരേ കാറ്റഗറി പെട്ടവരല്ലേ? Lost souls. It's a street walker. She was our breadwinner. Yet some days we went without food. When I cried to sleep, she used to cry with me. എന്നോടൊപ്പം സുന്ദരനായ ഒരാൾ വീട്ടിലെത്തി. എന്നെ അയാൾക്കൊപ്പം യാത്രയാക്കുമ്പോൾ അമ്മ കരയുന്നുണ്ടായിരുന്നു. നിശബ്ദനായി അച്ഛനും. എന്നിട്ട് എന്താവാൻ? The usual. We had sex.
ഒടുവിൽ എന്തു പറയാൻ, it became a way of life. To cut the crap, I became a street walker. ആഗോള തെരുവ് വേശ്യ. Like mom, like daughter. മനുഷ്യമാംസത്തിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയാം, ബട്ട് തിന്നിട്ടില്ല. സോ വാട്ട് ഹാപ്പൻ വിത്ത് ദ ഫിലിപ്പീനോ? അങ്ങനെ അവളെ കണ്ടപ്പോൾ എനിക്ക് തൊണ്ട വരളുന്നത് പോലെ തോന്നി. അവൾക്ക് എന്നെക്കാൾ പ്രായമുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ ആദ്യവും. ഇറ്റ്സ് നാച്ചുറൽ. എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. പെട്ടെന്ന് ഡൈനിങ് റൂമിലെത്തി ഞാൻ ഫ്രിഡ്ജ് തുറന്നു. പിന്നെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. വൈ? വാട്ട് ഹാപ്പൻ? 2 തലകൾ. ഒന്ന് ഒരു ചൈനക്കാരൻ്റേത്, മറ്റേത് ഒരു നീഗ്രയുടേത്. ശരീരം അവൾ തിന്നു തീർത്തു. എനിക്കും അത് തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. എവിടെയും സ്ത്രീയുടെ ശരീരം ചവച്ച് തുപ്പപ്പെടുമ്പോൾ ഒരുത്തിക്കെങ്കിലും അവനെ തിന്നാൻ കഴിഞ്ഞല്ലോ. ഗ്രേറ്റ്. എന്നിട്ട് അവൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾക്ക് പിന്നാലെ അവരുണ്ടായിരുന്നു. സോ യു വർ സോൾഡ് ഓഫ് ബൈ ദ ഓൾഡ് മാൻ. അന്ന് മുതൽ നിങ്ങൾ സ്ത്രീയെ ഭയപ്പെട്ടു തുടങ്ങി. ദാറ്റ് മീൻസ് യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ലൈഫ് ഇറ്റ് സെൽഫ്. മേ ബി ഐ വിൽ. My son. നിങ്ങൾ ഇനി സ്ത്രീയെ ഭയപ്പെടില്ല. പക്ഷേ സുഖം തരുന്ന ഒരു യന്ത്രമായി കാണരുത്. എന്തു പറ്റി ബോസ്? അപ്പോൾ നീ എൻ്റെ മകനെ എന്ന് വിളിച്ചു. വൈ? Why? I don't know.
അതെ ഇന്നലെ രാത്രി നടന്നതെല്ലാം ഞാൻ കണ്ടു. So, എത്ര തരണം ഞാൻ? കേട്ടിട്ടില്ലേ? Best things in life are free, ഓഹോ, and that includes the freedom to choose my partner. എന്ന് വെച്ചാൽ നിന്റെ കൂടെ കിടക്കാൻ ഞാൻ ഇല്ലെന്ന്. ഐ ഇൻസിസ്റ്റ്. സണ്ണി, Don't insist. Take a walk and get some good air. അതെ ബോസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു ടൗൺഷിപ്പ് ഉണ്ട്. വളരെ ചെറുതാണ്, എങ്കിലും അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടാതിരിക്കില്ല. ബോസ് ബോസ് ദാ ഇതുവഴി Please. ഓക്കെ. എനിക്ക് വേണ്ട. ആ, അങ്ങനെ പറയരുത്. ഇങ്ങതാ വലിക്കേ. എങ്ങോട്ടോ പോയിന്നേ അയൽക്കാർ പറഞ്ഞുള്ളൂ. ഇത്രയും ദൂരം ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. നാളെ ആകാം. എനിക്കൊരു സഹായിയെ വേണം. അനതാരികൾ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പെരുംജീരകം, കറുവാപ്പട്ട, കറയാമ്പൂ, തക്കോലം, ജാതിപത്രി, ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, മുളയരി, തേങ്ങ, വെള്ളുള്ളി, ചുവന്നുള്ളി, ചെറുതേൻ. അപ്പോ മീൻ വേണ്ടേ? ഈ പുഴ തരും. ആ പഴയ രുചിക്ക് അതേ ശുദ്ധത ഉണ്ടാവില്ല. നക്ഷത്ര ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ വിലയും അതിന്റെ രുചിയുമല്ലാതെ അതിനൊക്കെ എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്നോ അതിലെത്രമാത്രം വിഷമുണ്ടെന്നോ നമ്മൾ അറിയാറില്ലല്ലോ. ഇതിപ്പോ ഞങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാക്കുന്നതല്ലേ. കൺമുന്നിൽ കാണുന്നതും ഒക്കെ ഒരു വിശ്വാസം. ബോസ്, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സൂപ്പർ സൂപ്പർ ആയിരിക്കുന്നു. സത്യം, ഈ രുചി അറിയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ജന്മം പാഴായനെ. ഇപ്പോൾ സംസാരിക്കണം. ഓ വേണ്ടേ. നിനക്ക് ഇതിന്റെ രുചി അറിയണമെന്നില്ലേ? എനിക്കിതല്ല ഒരുപോലെ. അതങ്ങനെ തന്നെയാണ്. വേണ്ടെന്നാണോ? വിശക്കുന്നുണ്ട്. ആ,
ഒരുപാട് നാടുകൾ, ഒരുപാട് ആളുകളുടെ കൈപുണ്യം. പക്ഷേ ഇത്രയും വരില്ല മറ്റൊന്നും. യെസ് യെസ്, ഇതിനേക്കാൾ രുചികരമായതിനി ഉണ്ടാവാനും വഴിയില്ല. അതെ, ഉണ്ടെങ്കിൽ തന്നെ അത് ഹ്യൂമൻ ബോഡിയുടേതായിരിക്കും. എന്താണോ? അല്ല, ചിലരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അതും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല.
ഇതാ, ഹേയ് വേണ്ട വേണ്ട ഒന്നും വേണ്ട. അങ്ങനെ പറയരുത്. ഒരു സന്തോഷത്തിന്. ഇനിയും വരാതിരുന്നാ മതി, അത്ര മാത്രം. ഞാൻ പറഞ്ഞിരുന്നു വഴിയിൽ ഇറങ്ങുമെന്ന്. താങ്ക്സ് ഫോർ എവറിത്തിങ്. ഇവിടെയോ? അടുത്ത ടൗൺഷിപ്പിൽ എവിടെയെങ്കിലും? നോ താങ്ക്സ്. മെട്രോ സിറ്റികളിൽ നിന്നായിരുന്നു എന്റെ പലായനം. എന്നാലും താൻ വാടോ. അവളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് അവള് പോട്ടെ. ദാറ്റ്സ് ട്രൂ. ബട്ട് അത് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഒരു പെണ്ണിൽ മാംസത്തിന്റെ ചൂടും ഗന്ധവും മാത്രം തിരിയുന്ന നിങ്ങൾക്കുള്ളിൽ തിളച്ചു മറിയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ എന്റെ ശരീരത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞത് അതൊക്കെയാണ്. എത്ര കുളിച്ചാലും ഏതൊക്കെ പെർഫ്യൂംസ് ഉപയോഗിച്ചാലും മാറാത്ത അതിന്റെ ദുർഗന്ധം കഴുകിക്കളയാനുള്ള വഴി തേടിയാണ് ഞാൻ ഇറങ്ങിയത്. സ്വബോധത്തോടെ, രുചിയോടെ, എന്തെങ്കിലും കഴിക്കാനുള്ള കൊതി കൊണ്ട്. ഒരു സിഗരറ്റ് തരൂ. പ്ലീസ്. ബൈ. ബൈ. ജീവിതം അവസാനിക്കാത്ത യാത്രകളുടേതാണ്. പലരുടെയും ലക്ഷ്യങ്ങൾ പലതായിരിക്കുമെന്ന് മാത്രം. ചിലപ്പോൾ അത് പാതി വഴിയിൽ അവസാനിക്കും, വഴിതെറ്റാം, അന്തമില്ലാതെ തുടരാം, തികഞ്ഞ അരക്ഷിതത്വം. പക്ഷേ അവിടെയേ ജീവിതമുള്ളൂ. അല്ലാത്തത് നിശ്ചലമാണ്, മരണമാണ്. എല്ലാം ശുഭകരമായി അവസാനിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ആരും എഴുതി തയ്യാറാക്കുന്ന ഒരു തിരക്കഥയല്ലല്ലോ നമ്മുടെ ജീവിതം. അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനുള്ളിൽ ആ സുഗന്ധം ഇപ്പോഴും ഉണ്ട്. അത് പെർഫ്യൂമിന്റെ ഒന്നും അല്ല ആയിരിക്കും. ഈ സുഗന്ധം അവളുടെ തന്നെയാണ്. ഹലോ. ഹലോ മീര, നീ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടോ? അതോ വൈ? മീര, ആ പ്രതിമ നിന്റെ കയ്യിലുണ്ടോ? എനിക്കത് വേണമായിരുന്നു. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. യെസ്, കൃഷ്ണൻ മീരയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ബട്ട് ഹലോ ഹലോ മീര, ഹലോ മീര.
meet another Meera on the road. Kill her. ഛേ, അവൾ എന്ത് പറഞ്ഞു? വഴിക്ക് വെച്ച് മറ്റൊരു മീരയെ കണ്ടാൽ കൊന്നുകളഞ്ഞേക്കുന്നു. Bastard. ഛേ. ശ്ശേ, എനിക്ക് മീരയെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. പക്ഷെ ബോസിന് മനസ്സിലാവും. ശരിയല്ല ബോസ്? യെസ്, എനിക്കവളെ മനസ്സിലാകും. അതൊരു പക്ഷേ സണ്ണിയുടെ അഭിപ്രായവുമായി പൊരുത്തപ്പെടണമെന്നില്ല. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ 13-ാം വയസ്സിൽ അവളെ വിൽക്കുകയും വാങ്ങുകയും ആഘോഷിക്കുകയും ചെയ്തത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് സണ്ണി. അല്ല, അവരെന്ത് ദുർഗന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോ മീരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എണ്ണമില്ലാത്തത്ര ആളുകൾ അവളുടെ ശരീരത്തിലേക്ക് ചുരത്തിയ ഭോഗാസക്തിയുടെ ദുർഗന്ധം. സ്വയം പകുത്തു നൽകിയിട്ടും ഞാനും അത് തന്നെയാണ് അവൾക്ക് പകർന്നു കൊടുത്തത്. ആ ദുർഗന്ധം പ്രണയം കൊണ്ട് കഴുകിക്കളയാമെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് അവൾക്ക് പ്രണയത്തെ തിരിച്ചറിയാം. പ്രണയം തേടിയാണ് അവൾ അലയുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ. എന്റെ ബോസ്, നമ്മളൊരു വേശ്യയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരിക്കാം, പക്ഷെ അവൾ എനിക്ക് നൽകിയത് രതിയുടെ അനർവചനീയമായ സുഖം മാത്രമല്ല, പ്രണയവും വാത്സല്യവും പിന്നെയും എന്തൊക്കെയോ. ഞാൻ അവളുടെ മുലക്കണ്ണുകൾ വലിച്ചു കുടിച്ചപ്പോൾ അവൾ എന്നെ മകനെ എന്നാണ് വിളിച്ചത്. അമ്മയുടെ മടിത്തട്ടിലേക്കൊരു മടക്കയാത്രയായിരുന്നു എനിക്കത്. പക്ഷേ ആ നിമിഷങ്ങൾക്കപ്പുറം ഞാൻ വെറുമൊരു പുരുഷൻ മാത്രമായി. കീഴ്പ്പെടുത്തലിന്റെ ആവേശവുമായി അവളുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഞാൻ മത്സരിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചോ? മൈ ഗോഡ്, എപ്പോഴായിരുന്നു അത്? അറിയാതിരുന്നത് നന്നായി. നിരാശാബോധം വേണ്ടല്ലോ. പക്ഷെ അവള് പറഞ്ഞത് സത്യമായ വീണ്ടും ഒരു മീര വരും. ഇത്തവണ നമ്മുടെ ഊഴമാണ് സന്ദീപ്. സണ്ണി പ്ലീസ്, അത് സംഭവിച്ചേക്കും. പക്ഷേ എന്താണ് ബോസ് ഇത്? അപ്പോ മീര പറഞ്ഞതുപോലെ നമ്മളവിടെ? എനിക്കറിയില്ല സന്ദീപ്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇനിയും ഒരു മീര വരുമെന്ന്. അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ മീരയെ നോ നോ.
இதுதான் கானத்துல பிசப்பு நங்கையின் நங்கல நோக்கிற சாவர்காடு பஞ்சத்துக்கு கிடத்தாத்தும் பாண்டியார்காடு அசுக்கு தின்னண்டா எல்லாம் கானத்திலிருந்து கிட்டும் ஈ கானத்திலிருந்து திரும்பி போகோடும் இதனுக்கு சொல்லு ஈ கானத்திலிருந்து திரும்பி போகோடும் இதனுக்கு താത്തൻ ഇങ്കതാൻ കട ഏ മണ്ണേ നാമക്കരലി വരുവേക്കുള്ള നേരമായയാ വേമാ വരുവേക്ക് നോക്കളത് കരളിയും കാട്ടുമാടും പുലിയെല്ലാം മിന്നുക്ക് ഉണ്ടായിരുന്ന കാനത്തില് മനസ്സിനെക്കാളും അവരാത്തുകാൽ പ്രിയമായിരിക്കാം ആ കാനത്തില് ചെല്ലും ചെല്ലുമ്പോ ഏടെ ഉള്ള ഇപ്പൊ ഏൻ പോനെ വിശമ്പ് തുണ്ടതായപ്പോ അപ്പയെ ചത്തോവനായ ഇത് ഞങ്ങളെ നോയാളികളാക്കി കൊണ്ടാകും ഇത് മതയേളയോ പുല്ലാനിക്കായ പോലെ ഇരിക്കണം കാനത്തിലിരുന്ന് കിട്ടണ തീന് എങ്ങനെ ഇരിക്കണതോ നിനക്ക് തിക്കലാത്തതിനാൽதான் നീ ഇതെല്ലാം ഇകല ഇരുന്ന് തിന്നത് നൂറാം കിസങ്ക് ചീനി കിസങ്ക് കൊയ്നാവ് നാവല് മ്ലാവ് കറി ചുരന്ത് പെരുന്തേൻ ഇതിലെയെല്ലാം രുചി തിക്കലാത്തതിനാൽதான் നീ കുണനാത്ത ഏനമെല്ലാം തിന്നെ എന്ത് ചൊല്ലിയാലും നിന്തലയിൽ ഓറാത്തും ചേനിയങ്കാൾ
വലയെ കെട്ടുവോ പോയവരാ വരണേ. மின்னுக்கெல்லாம் ஆண்மக்க வலையை கட்டி வருவேக்கு நோக்கி இருக்கும். மீனெல்லாம் எல்லாருக்கும் கொடுக்கണത് ஒரு பொங்கல் போல இருந்து அன்னைக்கெல்லாம் கிட்டுவா കരിയാൻ കുയില് കൂരൽ ഉരുണ്ട എല്ലാമാൻ ചുട്ട് തുണ്ണത്തില് രുചി ഇപ്പഴും നാക്കിലേ ഇരിക്കണം. അപ്പ ഇപ്പൊ എല്ലാം കൊടുകൊണ്ട ഇന്നറിയാനും വൈരയും താനെ. കരിയാൻ കുയില് ഉരുണ്ട എല്ലാം ഇപ്പൊ ഞങ്ങൾക്കെല്ലാം കിടയാത്ത എല്ലാം കടക്കരാമത്തൊക്കെ കൊണ്ടുപോകണം. നീ മീൻ പിടിക്കാൻ പഠിക്കാനാണത്? രവിയണ്ണൻ ചന്തയ്ക്ക് പോവോ? ഏയ് ഇല്ല, എനിക്ക് കാട്ടിൽ ഇത്തിരി പണിയുണ്ട്. ഇവന്മാര് പോണുണ്ട്. എന്തിനാ? ഒന്നുമില്ല. കൂരാക്കാട് എന്താ വിശേഷം? എല്ലാരും സുഖമായിരിക്കണത്? വിശേഷം ഉണ്ടെന്നാത്ത കുഞ്ചിക്കടെല്ലാം ചുഖമാ ഇരിക്കണ്. പാട്ടിയമ്മോ, നീ കടക്രാമത്തേക്ക് വരണതേ? എങ്കാ കൊണ്ണാൻ കൊടുക്കാനാത്ത ആ കാലം എല്ലാം കഴിഞ്ഞു പോയില്ലേ? ആ വാ വാ വാടാ. கூரால வேறாளம் மறந்து நீங்க பாண்டியார் காட்டுக்கு கொடுக்குவாக்கு போனല്ലേ? രാവെല്ലാം ഉറങ്ങാതെ ഇருந்து കിടച്ചത്. நீங்க நின்றாருன்னுள்ள எல்லாம் ராவெல்லாம் உறங்காத இருந்து துன்பப்பட்டு தான் நீங்களே எல்லாம் ஓத்தெடுத்த. அதுவும் கானத்துல குஞ்சிக்காடா. இப்ப கானத்துக்கும் வேண்டாம் നാടുക്കും വേണ്ട. ചൊറിഞ്ഞു പോയി. മകനാ മരമ്പുള്ള മെച്ചിക്കൊണ്ട ആന നിന്നെ കൊല്ലാ പോയ ചേണിയനെ. வரக்கூறாளினாயிருந்தா ஏன்? அன்னைக்கெல்லாம் ஆயிருந்தப்ப நின்னையெல்லாம் முறுக்கில் கட்டி வச்சு அடிக்குவனாயா சென்னியங்காடு. നിൻ താത്ത നിന്നെ നോക്കിയിരിക്കണം. വേമ കൊണ്ടു. നീ വരുന്ന വശി എപ്പനെ തിരുമ്പി പോനെ? പൊങ്കൽ വച്ചുതാ പോകും. മനു അപ്പൊ 10 ചുഗന്താനി ഓ ചുഗന്താനി ചുഗന്താനി ഞാൻ ചൊള്ളക്കൊണ്ട് വിട്ടുവരാം. നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അക്ക വാക്കുമാറില്ലല്ലോ. പഠിച്ചു ജയിച്ച അക്ക നിന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓർത്തോ, ആണും പെണ്ണും കെട്ടതെന്ന് പറയുന്ന പോലെ കാടനും നാടനും അല്ലാതെ ജീവിക്കേണ്ടി വരും. ഞാൻ പഠിച്ചു ജയിക്കും. അക്കയുടെ കൂടെ വരികയും ചെയ്യും. താത്തന് നാട് ഇഷ്ടമല്ലക്ക. നാട്ടിലുള്ളവരൊക്കെ ചീത്തയെന്നാ താത്തൻ പറയണേ. എപ്പോഴും ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കും. അപ്പൊ ശരിക്കും ദേഷ്യം തോന്നും. ചിലപ്പോ താത്തൻ എന്നെ വിളിച്ചോണ്ട് കാട്ടിൽ പോകും. പണ്ടത്തെ കഥയൊക്കെ പറയും. കെട്ടുകോണവും ചുറ്റി ആറ്റിൽ കുളിച്ചിട്ട് കൂത്ത് നടത്തും. അപ്പൊ ചിലപ്പോ തോന്നും അതാ നല്ലതെന്ന്. താത്തനൊക്കെ കാട്ടിലുണ്ടായിരുന്നപ്പം അക്ക ഉണ്ടായിരുന്നോ? ഒക്കെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ.
പക്ഷെ അന്ന് കാട് നമ്മുടെ സ്വന്തമായിരുന്നില്ലേ? ഇപ്പൊ സർക്കാരിന്റെയും. കൊല്ലണമെന്നില്ല. പഴയ രുചിയോർത്ത് ചത്തു കിടക്കുന്ന ഒരു മ്ലാവിനെ കൊണ്ടുവന്ന് കറി വെച്ചാലും കാടിന്റെ മക്കളെന്ന് പറയുന്ന നമ്മൾ ജയിലിൽ കിടക്കണം. ആറ്റിന്ന് മീന് പിടിക്കാനുള്ള ഔദാര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടികളിലെ മുഴുവൻ പട്ടിണി മാറില്ലല്ലോ. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ എത്ര പ്രാവശ്യം തലചുറ്റി വീണിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അതെന്താക്കാ? വിശന്നിട്ട് അന്നൊക്കെ ദിവസം ഒരു നേരം ആഹാരം കഷ്ടിയാ. കാട്ടീന്ന് ഇറക്കി വിട്ടപ്പോ സർക്കാർ എന്ന സ്ഥലത്ത് രാത്രിയും പകലൊന്നുമില്ലാതെ എല്ലുമുറിയെ പണി ചെയ്ത് നമ്മൾ കൃഷി ചെയ്യും. എന്നിട്ട് കിട്ടുന്നത് മുഴുവൻ അക്ഷരം അറിയാൻ പാടില്ലാത്ത നമ്മളെ കള്ളക്കണക്കെഴുതി പറ്റിച്ച് നാട്ടുപ്രമാണിമാർ കൊണ്ടുപോകും. പട്ടിണി കിടന്ന് പൊറുതി മുട്ടുമ്പോഴോ ചാകാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാനോ കൈനീട്ടി മേടിക്കുന്ന നക്കാപ്പിച്ചയുടെ കണക്കിലായിരിക്കും ചതി മുഴുവൻ. എന്തൊക്കെയായാലും ബാക്കിയാവുന്നത് പട്ടിണി മാത്രം. എന്നെയും കെട്ടിപ്പിടിച്ച അമ്മ കരയുമ്പോ രാജമന്നാന്റെ കാണിയായിരുന്ന കാലത്തെ കഥയും പറഞ്ഞ് വരുന്നവരോടും പോകുന്നവരോടും വഴക്കടിച്ച് താത്തൻ ഇറയത്ത് കുത്തിയിരിക്കും. എന്റെ താത്തനെ പോലെ അല്ലേ? പണ്ട് കാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതും വേട്ടയ്ക്ക് പോയി കിട്ടുന്നതുമൊക്കെ രാജമന്നാന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുടിക്കാർക്കെല്ലാം ഒരേപോലെ വീതം വെക്കുമായിരുന്നെന്നാ പറയണേ. അന്നാരും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന്. പക്ഷേ ഇന്നെല്ലാവർക്കും സ്വന്തം കാര്യം. ഇത് തന്നെ താത്തനും പറയണേ. രവിയച്ചനെ ഷാജിയച്ചനെ താത്തന് കണ്ണെടുത്താ കണ്ടൂടാ. തേവയ്ക്കുള്ള കൂത്ത് ഓഡിറ്റോറിയത്തിൽ നാട്ടാരെ കാണിക്കാൻ നടത്തണമെന്ന്. രവിയച്ചൻ എന്താക്കാ പഠിക്കാൻ പോവാത്തെ? തേനെടുത്തും മീൻ പിടിച്ചും സായിപ്പന്മാരുടെ മുന്നിൽ കൂത്ത് നടത്തിയും കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് ജീവിക്കാലോ. ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ. ഒക്കെ ചിന്തിച്ചാലും വലിയ നഷ്ടം തന്നെയാണ്. താത്തൻ പറയണ പോലെ കാട്ടിനുള്ളിൽ തന്നെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാട് നമുക്ക് തരുന്നതിനൊന്നിനും വിലയിടില്ലല്ലോ. നീ വാ. ചൊല്ലി എന്തിനാഥനെ ഇട്ട് വരണേ? മത ചുരുക്കൾ വരണേ. താത്ത എകത്ത് ചുവന്താനി കാനത്തിൻ കിടയാത്ത എന്തൻ മരുന്നിനെ നീ കത്തത്? ഈ വരുന്ന നേരമെല്ലാം താത്തൻ ഇത് താനേ കോക്കന് അണ്ണാക്ക് ചൊല്ലിയത് താൻ ഏനിപ്പണും ചൊന്ന് പഞ്ചം പിടിച്ച് കോന്ത് നടന്ന കാലം എനക്ക് മാത്രം നാ പോയേ. അതിപ്പണും അങ്ങനെ താനേ എങ്ങനെ ഒന്നാലും എൻ പിശപ്പ് എനക്ക് മാത്രം നാത്ത ഏൻ പോണ് പോട്ടേടാ. നിന്നെ അവൻ നനച്ചതാക്കും. താത്ത ഇതൊക്കെ നല്ല രുചി. വീരപ്പട്ടിക ഇത്തനെ കയ്യാത്തും. അല്ലേലും താത്തനക്ക് നയമാനൊന്നും പോറാതും. ആരും നയമാകാത്തും. ആരും ചെന്നിയങ്കാട്. ഹോയ് ദേ ഇവിടെ മുകളില് നീ പറഞ്ഞു എനിക്ക് കേക്കാം. ശാലുവൊക്കെ വന്നിരിക്കണേ. കുടിയിൽ ഇപ്പൊ പോയുള്ളു. അവള് നിന്നോട് എന്നെ ചോദിച്ചോ? ഞാൻ അവൾക്കൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നേക്ക്. ഞാൻ വീട്ടിൽ കയറിയിട്ട് ഇപ്പൊ വരാം. ശാലു നോൺസെൻസ്. നിനക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടെ? ഉറങ്ങി പോണത്. ശാലു ഞാനിത് തരാൻ. അതിന് ഡ്രസ് മറന്നത്തേക്ക് തള്ളി കയറി വരണോ? എനിക്കൊന്നും വേണ്ട, പോ. തേനും കൊണ്ട് വന്നിരിക്കുന്നു.
നിനട്ടും നിൻകാൽ കേട്ടതാനേ തേൻ ഉള്ളതിയോൺ അന്നേരം നാ പോയതൻ ഇപ്പൊ അവ വന്നത് നിൻകാൽ ഉണ്ടായല്ലേ. കാനമേ ഇഷ്ടപ്പെടുന്ന പെണ്ണെ കൂട്ടുവേക്ക് നോക്കണം മാടയൻ. അങ്ക അവയ്ക്ക് ബോറെ ആൺകുണേനുള്ള തിക്കിലുള്ളത് വലിയ കാശ. പാണ്ഡ്യാർക്കാട് PH ഇമ്പൂക്കുള്ള പഠിത്തമതാ നീ പഠിക്കണേ. കാനുമ പത്തി തിക്കലാത്ത നീ എന്താ പഠിക്കുവേക്ക്? പാണ്ഡ്യാർക്കാട് കൊടുത്ത പുണ്യം എടുത്ത് വന്നിരിക്കണേ ചെനിയങ്കാട്. யார நோக்கி நிக்கிறா வலிய சில்லத்து ஒரு போடி ஆத்துக்கு எന്തോ வந்து நிக்கிற എനിക്ക്. നങ്കാക്ക് വേണ്ടതെല്ലാം കാനത്തിലെ തേവാദികൾ തരും. നിനക്കും എനക്കും നങ്കാക്ക് എല്ലാവർക്കും ഉള്ളത് തരും. തണുപ്പാം, നിലാവാം, ഉസിരെടുക്കാത്ത തീനാം, മയക്കത്തുക്കുള്ളതെല്ലാം തേവാദികൾ തരും. നീ വരണത് എൻ കൂട്ടത്തിൽ എൻ കാനത്തുക്ക് ഒരേയാ പോവേക്ക് എനക്ക് തിക്കലുള്ള ഒന്നാ കിശവൻ ചാവേക്ക് കാനത്തുക്ക് ഓറിപ്പോയതോണ്ടാൻ ഇങ്ങളെ ചെനിയങ്കാട് ചൊല്ലു. പിശക്കുവേക്ക് വേണ്ടി കാനത്തിലോറാമൻ കാട്ടിക്കൊടുക്കുവേക്ക് നിനക്കാകും. നീ വരണതീ താത്തൻ കൂട്ടത്തിൽ വരണതീ, നീ വരണതീ. Bye.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എവിടെയാ നീ ഇപ്പൊ? ഞാനിപ്പോ നാട്ടിലാ. ഓ ഗോഡ്. എനിവേ നാളെ വൈകിട്ട് നീ ഇവിടെ ഉണ്ടാകണം. എന്തായാലും പൊങ്കൽ കഴിയാതെ വരാൻ പറ്റില്ല മാഡം. അതെങ്ങനെ ശരിയാവും മോളെ? നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അതിനിപ്പോ ഞാനെന്ത് ചെയ്തു മാഡം? ഫീസ് കൊടുക്കാൻ വേണ്ടി. പണത്തിന് വേണ്ടി? നീ വന്നത് പണത്തിന് വേണ്ടിയാണ്. ചോദിച്ചത് അത്രയും തന്നിട്ടുണ്ട് ഞാൻ. വെറുതെയാണെന്ന് പറയുന്നില്ല, അത് നിന്റെ മിടുക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ പലരും നിന്നെ തന്നെ തേടി വരുന്നത്. പ്ലീസ് മാഡം, ഞാൻ വേറൊരു മാർഗം ഇല്ലാതെ വന്നപ്പോ എന്നെ കുറിച്ചെല്ലാം ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതത്ര മോശം മാർഗമൊന്നും അല്ല മോളെ. പണം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗം വേറെ ഉണ്ടോ? എന്താ പറഞ്ഞത്? ഇതത്ര മോശം മാർഗമൊന്നും അല്ലെന്ന്. പണം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ല മാർഗം വേറെ വല്ലതും ഉണ്ടോ? അത് മാഡത്തിന്റെ കാര്യം, എനിക്ക് അങ്ങനെയല്ല. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ ഇനി എന്നെ വിളിക്കുകയും വേണ്ട. എനിക്ക് വിളിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ശാലിനി, നിനക്ക് വരാതിരിക്കാനും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ. എനിക്ക് എന്റെ ബിസിനസ് നിലനിർത്തിയേ പറ്റൂ. നിനക്ക് നിന്റെ ജീവിതവും. നിന്റെ മിടുക്കെന്തായിരുന്നുവെന്ന് ലോകത്തെ കാണിച്ച് ഈ ജീവിതം നഷ്ടപ്പെടുത്തണോ? എന്തേ ഒന്നും പറയാത്തത്? അങ്ങനെ ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. ഇത് ചതിയാണ്. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. നാളെ വൈകിട്ട് നീ ഇവിടെ ഉണ്ടാകണം. അറ്റ് എനി കോസ്റ്റ്. നോ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണുകയില്ല. ഒരിക്കലും. അങ്ങനെ ഒരു തീരുമാനം വേണോ മോളെ? ആരാക്ക വിളിച്ചത്? അക്ക, ശാലു അക്ക, അക്ക, അക്ക. അപ്പൊ താത്ത എന്നോട് പറഞ്ഞതാ സത്യം? അക്ക എന്നോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? ഒന്ന് മാറുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? ചെനിയും കാടും. रे
ശോകമൂകമായലയവേ ഋതുസന്ധികളിൽ ജനിമൃതികൾ തൻ സംഗമ സന്ദേശം ഋതുസന്ധികളിൽ ജനിമൃതികൾ തൻ സംഗമ സന്ദേശം ഭ്രമണപഥത്തിൽ ഭൂവിൻ ദുഃഖം ഭൂകം വാചാലം ദൂരെ ദൂരെയാവിജനവീഥിയിൽ ശോകമൂകമായലയവേ തേടുവതെന്തേ തിരയുവതെന്തേ ശോകാന്തയാത്രയിൽ നാം തീനാളം പോലെ എരിയുകയാ ഒരു പെണ്ണിൽ മാംസത്തിന്റെ ചൂടും ഗന്ധവും മാത്രം തിരിയുന്ന നിങ്ങൾക്കുള്ളിൽ തിളച്ചു മറിയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ എന്റെ ശരീരത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞത് അതൊക്കെയാണ്.